ഈശോയേ, 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 കടന്നു വരുന്ന ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കാനായി കടന്നു വരുന്ന ഈശോയെ, പ്രിയമുള്ള മക്കളെ, നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. പരിശുദ്ധമ്മേ, മാതാവേ, അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈ മക്കളിതാ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച ജീവിത നിയോഗങ്ങൾ ഇത് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, ഇവർക്ക് മധ്യസ്ഥയായിരിക്കണമേ, ഇവർക്ക് അഭിഭാഷകയായിരിക്കണമേ. ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കാനായി വന്ന ഈശോയെ, ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ഈശോ കടന്നു വന്ന ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവാ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച ജീവിത നിയോഗങ്ങളെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ. വലിയ വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട്, ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഈശോയെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈശോയെ, ഈ ആലയത്തിൽ വരുവാൻ, ഉടമ്പടി ചെയ്യുവാൻ ഞങ്ങൾക്ക് മനസ്സ് തോന്നിയത് തന്നെ കർത്താവേ, നീ ഞങ്ങളെ വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, വിളിച്ച കർത്താവേ, നീ വിശ്വസ്തനായിരിക്കുന്നത് പോലെ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 വലിയ വിശ്വാസത്തോട് അധരങ്ങൾ തുറക്കട്ടെ, അധരങ്ങൾ തുറക്കട്ടെ. വലിയ വിശ്വാസത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി ഈശോയെ സ്തുതിക്കട്ടെ. ഈശോയെ, 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 ഞങ്ങൾ അനുഗ്രഹിക്കാൻ വിളിച്ച ഈശോയെ നിങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു കർത്താവേ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. സ്വസ്തി സ്വർലോകരാണി, മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാകരമായി മണ്ണിൽ രക്ഷകദീനം. സ്വസ്തി സ്വർലോകരാണി, മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാകരമായി മണ്ണിൽ രക്ഷകദീപം. ഏറ്റവും പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമേ മാതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, പ്രാർത്ഥിക്കണമേ. സ്വർഗ്ഗത്തിൽ നിന്ന് ഈ മക്കളെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാത അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ തിങ്കളാഴ്ച കൃപാസനത്തിലെ എല്ലാ തിങ്കളാഴ്ചകളിലും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിന്റെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ദിവ്യകാരുണ്യ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രദ്ധിക്കട്ടെ. ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി. ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഈശ്വര വാഗ്ദാനങ്ങൾ നിങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഉടമ്പടിയുടെ പ്രകൃതിയുണ്ട്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ഞാൻ അന്വേഷിക്കുന്നത് അതിലെ ഉടമ്പടി പ്രകൃതികൾ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഉടമ്പടിയുടെ പ്രകൃതി എന്ന് പറയുന്നത് ഉടമ്പടിയുടെ സ്വഭാവം. ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, ആഷ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ 99% ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളും തരാൻ സാധ്യമല്ലെന്നൊരു കട്ടൻ്റായിട്ട് പറയുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്ന റെസ്പോൺസ് എന്താ? ഞാൻ ആശ്രയിക്കുന്ന ആ 1%. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് മനുഷ്യൻ്റെ വാക്കുകളിലല്ല, ആ 1% എന്താണ് ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആ 1%. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാവില്ലേ, ഈ സാക്ഷ്യം പറയാൻ വരുന്നവരിലൂടെയും ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ സാക്ഷ്യം പക്ഷേ ഒത്തിരി പേർക്ക് പുതിയ ആശ്വാസം നൽകും. എന്താ പുതിയ ആശ്വാസം എന്ന് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളും ചിലപ്പോൾ ഹോപ്പ്ലെസ് കേസാവും. ഇപ്പോൾ ഡോക്ടർ തള്ളിയ കേസില്ലേ, രോഗം. അപ്പോൾ ഡോക്ടർ പറയും 60% കിഡ്നി പോയിരിക്കണമെന്ന് പറയും. അപ്പോൾ നമ്മളെന്താ പറയണത്? ബാക്കി 30%, 40% ഉണ്ടല്ലോ. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടല്ലോ, സ്പേസ്. അതാണ് ദൈവത്തിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്പേസിൽ വർക്ക് ചെയ്യണത് എപ്പോഴും നിങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് മനസ്സിൽ ആത്മശോധന ചെയ്ത് നോക്ക്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും വിഷയം, ഒരു സ്ഥലം വിറ്റുമാറാൻ പറ്റണില്ല, ഇപ്പോൾ 30 വർഷമായി വിറ്റുമാറാത്ത സ്ഥലം ഇന്നലെ വിറ്റുമാറിയെന്നും പറഞ്ഞൊരു സാക്ഷ്യം വന്നു. അപ്പോൾ വഴിയില്ലാത്ത കൊണ്ടാണ് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ അത് സാധ്യതയില്ലല്ലോ, വഴിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ വഴിയില്ലാത്ത സ്ഥലം വിറ്റുമാറാൻ വിശ്വാസമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പോലും, കാരണം വിശ്വാസമില്ലാത്തവർ എന്നാ വർക്ക് ചെയ്യണം? യുക്തിയല്ലേ വർക്ക് ചെയ്യണത്.
യുക്തിപരമായിട്ട് വഴിയില്ലാത്ത സ്ഥലം ആര് വാങ്ങിക്കാനാണ്? നമ്മളാണെ വാങ്ങിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ പിൻകാല് ഇടും. അപ്പം അങ്ങനെ ഒരു സാധ്യമല്ലാത്ത ഒരു സ്ഥലം, ഒരു സാധ്യമല്ലാത്ത ഒരു കാര്യം ഉണ്ടാകത്തില്ല ഒരിക്കലും. പറഞ്ഞ മനസ്സിലായ മക്കളെ? സാധ്യമല്ലാത്ത ഒരു കാര്യവും ഉണ്ടാകത്തില്ല. അതാരാ പറഞ്ഞത്? ഈശോ പറഞ്ഞതാ. സാധ്യമല്ല എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ചോര വിയർക്കണ സമയത്ത് ഓപ്ഷൻ ഇല്ലാത്ത ഒരു സന്ധ്യയായിരുന്നത് അല്ലേ? ഒരു തിരഞ്ഞെടുപ്പില്ല. പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റാൻ വേണ്ടി വന്നയാളാണ്. അപ്പം മാനുഷികമായ ഒരു പാഷൻ, പേടി, വേദന എല്ലാം കൊണ്ട് കർത്താവ് ചോദിച്ചു, പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് മാറ്റണമേ. പക്ഷെ അതൊക്കെ മുമ്പ് അതിനുശേഷം ഈശോ പറയും, ആ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈശോ പറയും, പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. അപ്പോഴും നമ്മൾക്ക് സാധ്യമല്ലാത്ത സമയത്തും നമ്മൾ പറയേണ്ടത് എന്താണ്? അങ്ങേക്കെല്ലാം സാധ്യമാണെന്നാണ്. ഇപ്പോഴൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴേ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയെന്ന്. അപ്പം അമ്മ വീട്ടുകാർ വെച്ചിനേക്ക് വട്ടാണെന്ന് ചോദിച്ചെന്ന് അല്ലേ? ആ സാക്ഷ്യം കേട്ടില്ലേ? നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടി സ്വരത്തിൽ. ഓരോരുത്തരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതികൾ കണ്ടില്ലേ? നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയെന്നാണ്. അമ്മ പാട്ട് പാടിയപ്പോൾ മക്കൾ ചോദിച്ചു വട്ടാണെന്ന് ചോദിച്ചെന്ന് അല്ലേ? കാര്യം മക്കൾ ഒരു യുക്തിയുടെ അപ്പുറത്തൊക്കെ സംഭവിക്കുന്ന വിഷയങ്ങൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സംശയത്തോടെയാണ് ആ വിഷയങ്ങൾ നോക്കുന്നത്. അമ്മയുടെ ആ വിശ്വാസ നിലവാരത്തിലേക്ക് മക്കൾ വളർന്ന് വരേണ്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. അപ്പം അമ്മ പറഞ്ഞു, കർത്താവ് എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടും? കർത്താവിന് സാധ്യമല്ലാത്ത ഒരു വിഷയം, അതായത് പിതാവായ ദൈവത്തിന് കുരിശ് മരണം ഓപ്ഷനില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ്, വേറെ ഒരു തിരഞ്ഞെടുപ്പിന് സാധ്യമല്ലാത്ത ഒരു സമയത്താണ് ഈശോ പറയണത്, പിതാവേ അങ്ങേക്കെല്ലാം. എന്നിട്ട് പിതാവ് അവിടെ ഒരു പ്രത്യേക പോംവഴി ഉണ്ടാക്കി. എന്താണത്? അതാണ് സംഭവം. ആ ശിശുക്ക് പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞതിന് ആ വിശ്വാസം ഈശോ ചോര വിയർത്ത് പ്രഖ്യാപിച്ചു. ഈശോ വിശ്വാസം പ്രഖ്യാപിച്ചത് ചോര വിയർത്താൻ അല്ലേ? ചോര വിയർത്ത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ പിതാവ് മറുപടി പറയും. പിതാവ് എങ്ങനെ മറുപടി പറഞ്ഞത്? അതിന് അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു. പ്രൈസ് ദി ലോർഡ്. ഓർക്കണത് ശരിക്കും 18:6 യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 6 മുതലുള്ള വാക്യം. അവൻ്റെ ശത്രുക്കൾ പോലും നിലം പതിപ്പിച്ച ശക്തിയാണത്. അത് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതാണ്. ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ സങ്കല്പത്തിനോ അപ്പുറത്ത് നിന്ന് ദൈവത്തിൻ്റെ ഒരു സാധ്യത എന്താണ്? കർത്താവിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവൻ ചാടി എഴുന്നേറ്റില്ലേ? എന്നിട്ട് എന്താണ്? ശത്രുക്കൾ നേരെ ഇറിച്ചിൽ പോലെയാണ് പാഞ്ഞു ചെല്ലണത്. ആ ചോദ്യം കേട്ടില്ലേ? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അതൊക്കെ മുമ്പ് എന്നാ പറഞ്ഞത്? മിണ്ടിയും പറഞ്ഞിരിക്കും പത്രോസേ, ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ ആളാ.
മാനുഷികമായി പേടിച്ചു പോയ ആളാണ്. പക്ഷേ പെട്ടെന്ന് കാര്യം ഈശോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാര്യം നമ്മൾ ഒടുക്കത്തെ അത്താഴത്തിൽ ഈ കർത്താവ് ഇതെൻ്റെ ശരീരമാണെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അപ്പം അവൻ മുറിച്ചില്ലേ, അപ്പം തന്നെ മുതലാണ് പാഷൻ ആരംഭിക്കുന്നത്. ശരിക്കും കർത്താവിൻ്റെ ശരീരം ദിസ് ഈസ് മൈ ബോഡി എന്നല്ലേ പറയണത്. എൻ്റെ ശരീരത്തെ പോലെ ഇരിക്കണം എന്നല്ലല്ലോ പറയണത്, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറിച്ചു കീറണത് അപ്പം. അതോടുകൂടി പാഷൻ ആരംഭിക്കും. പിന്നെ ചോര വിയർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. ആ സമയത്ത് പോലും ദൈവത്തിന് ഈശോയെ നിലനിർത്താനുള്ള പദ്ധതികളുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ദൈവബദലെ നീ ഓർക്കണം, നീ ചോര വിയർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പം ജട്ടി നടപടി വരാം, അപ്പോഴും നീ പതറരുത്. എന്താ കാര്യം എന്നറിയാവോ? അങ്ങനെ സംഭവിച്ചു പോയാൽ പോലും നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സംഭവിച്ചാലും അപ്പോഴും ദൈവത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയണം. കാര്യം എന്താണ്? പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. യേശു ക്രിസ്തുവിനെ ചോര ഉയർത്തപ്പോൾ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി തോമസ്. ഞാൻ എറണാകുളം ചക്കരപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ കുടുംബമാണിത്. എനിക്കൊരു മോനും കൂടെ ഉണ്ട്. അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്ത് വരുന്നത് എൻ്റെ ചേച്ചിയുടെ ഒപ്പമാണ്. പക്ഷേ അന്ന് ഞാൻ 2022 ഞാൻ വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ചെയ്തത്. 2025 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മോൾക്ക് 10 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 1 മാസം ആയിട്ടില്ല ഉടമ്പടി എടുത്തിട്ട്. മാർച്ച് 8 ഉടമ്പടി എടുത്തത്. ഈ 2025 മാർച്ച് 8 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് 10 വയസ്സാണ്. അന്നയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2019 അവൾക്ക് ദേഹം മുഴുവനും കുരുക്കൾ വന്ന് പൊട്ടുകയും അതൊരു കറുത്ത പാടായി മാറുകയും പിന്നെ അത് ദേഹം മുഴുവനും വെളുത്ത പാടായിട്ട് വരികയും ഉണ്ടായി. അങ്ങനെ എറണാകുളത്തൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞു, 1000-ൽ ഒരാൾക്ക് വരുന്നൊരു സ്കിൻ ഡിസീസാണ്. ഡയഗ്നോസിസ് ആയിട്ട് പറഞ്ഞത് പിക്ടോറിയാസിസ് ലിഥനോയിഡ് ക്രോണിക്ക എന്നൊരു ഡയഗ്നോസിസ് പറഞ്ഞു. അത് 3 വർഷത്തോളം അതിന് മരുന്നുകളും സോപ്പുകളൊക്കെ മാറി മാറി ഉപയോഗിച്ചു. എന്നിട്ട് കുറയാഞ്ഞിട്ട് വേറൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണെന്ന്. അങ്ങനെ അവിടെ നിന്നും കുറേ മരുന്നും മെഡിസിനൊക്കെ ഉപയോഗിച്ചു. എന്നിട്ടും കുറയാഞ്ഞിട്ട് ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്ന എറണാകുളത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ദേഹം ചുണങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള മെഡിസിനൊക്കെ കഴിച്ചു. പക്ഷെ എന്നിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയൊരു സ്കിൻ ഡോക്ടർ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാൾ 6 വർഷത്തോളമായി, 2019 മുതലാണ് തുടങ്ങിയത്, 6 വർഷത്തോളം ആയില്ലേ, അപ്പം നമുക്ക് കുട്ടിയുടെ സ്കിന്ന് ബയോപ്സി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് 2025 കുട്ടിയുടെ സ്കിന്ന് ബയോപ്സിക്ക് വിട്ടു. അത് DDC എന്ന് പറഞ്ഞൊരു ലാബിലാണ് വിട്ടത്, തൃപ്പൂണിത്തറ. അവിടുന്ന് മാർച്ച് ആദ്യം റിസൾട്ട് വരികയും അതിൽ കുട്ടിക്ക് മൈക്കോസിസ് ഫംഗോയിഡ്സ് എന്ന് പറഞ്ഞ സ്കിൻ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ ഡോക്ടർ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്തുള്ള വേറൊരു ഹയർ സെക്കൻഡറിയിലോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു. അപ്പോൾ അതിന് പോണതിന് മുമ്പ് മാർച്ച് 8 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് എന്നെ എനിക്ക് അച്ഛനെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ സാധിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് കുട്ടിക്ക് പെട്ടെന്ന് അച്ഛൻ തലയിൽ കൈവച്ചപ്പോൾ തന്നെ കുട്ടിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്ന പോലെയും പെട്ടെന്നൊരു തണുപ്പനുഭവപ്പെടുകയും ആരോ കുട്ടിയുടെ 2 ചുമലിലും പിടിക്കുന്ന പോലെയും തോന്നി എന്ന് കുട്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി
മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി. അതിനുശേഷം മാർച്ച് പകുതിയായപ്പം ഞങ്ങൾ അന്ന് ഈ സ്കിൻ ബയോപ്സി വിട്ട് സ്ലൈഡും ബ്ലോക്കും അത് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ പത്തോളജിസ്റ്റിനെയും ഡെർമറ്റോളജിസ്റ്റിനെയും കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കിതിവിടെ ഒന്നും ചെയ്യേണ്ട ടെസ്റ്റ്, നമുക്ക് ഡൽഹി ഫൈനൽ ഡയഗ്നോസ്റ്റിക് പാനലിലോട്ട് അയച്ചു കൊടുക്കാം. IHC എന്നാണ് പറയുന്നത് അതിന്. അങ്ങനെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ്, അതുപോലെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഉടമ്പടി തൈലം ഡോക്ടറിൻ്റെ OPയുടെ ഡോറിൽ കുരിശ് പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കുകയും OPക്കകത്ത് ഉടമ്പടി ഒപ്പിടുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ആ സ്ലൈഡും ആ ബോക്സിൻ്റെ അകത്ത് ഞങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ അത് ഡൽഹിക്ക് അയച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഒക്കെ കുടുംബമായിട്ടിരുന്നാണ് കൂടുന്നത്. പ്രത്യേകിച്ചും മോൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 1 അതിൻ്റെ റിസൾട്ട് വന്നു. അതിന് വന്നപ്പോൾ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം നെഗറ്റീവായിരുന്നു. ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും എൻ്റെ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നില്ല. അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം മാതാവ് സാധിച്ചു തന്നത്. എൻ്റെ വലത് കൈയിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അതൊരു 3 വർഷത്തോളമായി ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ ഒന്നും കാണിക്കാൻ പോയില്ല. അപ്പോൾ വൈഫ് ഉടമ്പടിക്ക് ശേഷം അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, തൈലം കുരിശ് വരച്ച് പുരട്ടിയതിന് ശേഷം അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് വൈഫ് അത് തൈലം കുരിശ് വരച്ച ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ മുഴ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇനി മോൾക്ക് കിട്ടിയ അനുഭവം മോള് പറയുന്നതായിരിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അന്ന. അമ്മ പറഞ്ഞതുപോലെ ഞാനിവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ കുരിശ് അത് വെച്ചപ്പോൾ എന്തോ ഭാരം എന്നെ വിട്ടു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 2ാമത് തവണ അച്ഛൻ കുരിശ് വെച്ചപ്പോൾ ആരോ എൻ്റെ ബാക്കിൽ എൻ്റെ 2 കൈയിലും തൊടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു അത് അമ്മയായിരിക്കും, അമ്മ എല്ലാം മാറ്റും എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ എൻ്റെ ദേഹം ഫുള്ളുമായിരുന്നു, ഇതുപോലെ അല്ലായിരുന്നു. എൻ്റെ സ്കിന്ന് ഫുള്ളും പാടുകളായിരുന്നു. അത് എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ കളിയാക്കും, എന്താടി നിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിത് അമ്മേനോട് പറഞ്ഞായിരുന്നു. ഞാൻ അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ ഇതൊന്ന് മാറ്റി തരണമേ, എനിക്ക് അവരോട് പറയണം, അമ്മയാണ് ഇത് മാറ്റി തന്നതെന്ന് എനിക്ക് പറയണം അമ്മേ. ഞാൻ ആവർത്തിച്ച് അമ്മേനോട് പറഞ്ഞു. ഇപ്പോൾ ഒരു പാടുകളില്ല, ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് പാടുകളായിരുന്നു. ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാണാം, മുഖത്ത് ഫുള്ള് പാടുകളായിരുന്നു, ഇവിടെയൊക്കെ ഫുള്ള് പാടുകളായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് പുരട്ടി തരും. എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു, അമ്മയുടെ പ്രതിഷ്ഠീണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന്. അത് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ എൻ്റെ പള്ളിയിൽ ഓൾട്ടർ ഗേളാണ്. അതിൻ്റെ സന്തോഷം കൂടെ എനിക്കുണ്ട്. എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കനിവിൻ്റെ അമ്മേ, കാരുണ്യതായേ, കൃപാസനതായേ, മരിയാമ്പികേ, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു. യേശുസ്തോത്രം, യേശു നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സായതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും ഉടമ്പടി പത്രം കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും പൊതിച്ചോറുണ്ടാക്കി പാവങ്ങൾക്ക് കൊടുക്കുകയും ഞങ്ങൾക്കാവും വിധം സാമ്പത്തികമായി ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്.
പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും അവരെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.